ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഈ ഒരു അടിപൊളി ലഡു റെസിപ്പിയാണ്. ഇഡ്ഡലി തട്ടിൽ ആവിയിൽ വേവിച്ചാണ് ഈ ഒരു ലഡു ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ ഓയിലിൻ്റെ ആവശ്യമില്ല. ഓയിൽ ഇല്ലാതെ ഇങ്ങനെ ഒരു ലഡു കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. വളരെ പെട്ടെന്ന് ഈസി ആയി തന്നെ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ റെസിപ്പി നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കുറേശ്ശെ മാത്രം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒന്നിച്ചൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കരുത്. കുറേശ്ശെ മാത്രം ഒഴിച്ച് ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആവുന്നത് വരെ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ബാറ്റർ ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നെയ്യ് തടവി വെക്കുന്നത്. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് വലിയ ഇഡ്ഡലി തട്ടായതുകൊണ്ട് ഈ ഒരു ബാറ്ററി ഈ സെറ്റിൽ കറക്റ്റ് ആയിരുന്നു. ഇനി ഇത് നേരെ ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 10-12 മിനിറ്റിനുള്ളിൽ ഇത് കുക്കായി കിട്ടും. ഇഡ്ഡലി സ്റ്റീം ചെയ്തെടുക്കുന്ന ആ ഒരു ടൈം മാത്രം മതി ഇതിന്. ഇതിപ്പോൾ എല്ലാം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു കത്തി വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുത്തി നോക്കാം. ഇനി ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിവിടെ എല്ലാം കറക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഐറ്റം വെച്ചാണ് ലഡുവിനുള്ള ബൂന്തി തയ്യാറാക്കി എടുക്കുന്നത്. ഇതിന്റെ ടെക്സ്ചർ എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം കിട്ടാൻ. ഇനി ഇതെല്ലാം ചെറിയ ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഈ ഒരു സൈസിൽ ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെയായിട്ട് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കരുത്. തരിതരിപ്പോടുകൂടി വേണം പൊടിച്ചെടുക്കാൻ. ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. ഇതുപോലെ തന്നെ എല്ലാം പൊടിച്ചെടുക്കാം. ഇവിടെ എല്ലാം പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ലഡുവിന് ബൂന്തി തയ്യാറാക്കി അത് പൊടിച്ചെടുത്ത പോലെ തന്നെയുണ്ട്. ഒട്ടും തന്നെ മാറ്റമില്ല. ബൂന്തി പൊടിച്ചെടുത്തതുപോലെ തന്നെയാണ് കിട്ടുക. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഈ പൊടി ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഇതുപോലെ റോസ്റ്റായി കിട്ടും. അപ്പോൾ പാനിൽ നിന്ന് മാറ്റി കൊടുക്കുക. ഇനി ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ മെൽറ്റ് ചെയ്തെടുക്കണം. ഒരു നൂൽ പരുവം ആവേണ്ട ആവശ്യമില്ല. അതിന് തൊട്ട് മുമ്പായി തന്നെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി റോസ്റ്റ് ചെയ്ത് വെച്ച പൊടി ചേർത്ത് കൊടുക്കുക. മുഴുവനായും തന്നെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടിയുടെ എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് ആവുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പൊക്കെ വറ്റി വന്നോളും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ചൂടാറാനായിട്ട് വെക്കാം. ഇനി ചൂട് മാറിയ ശേഷം കുറച്ച് കാഷ്യൂസും റേഷൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ ഉരുട്ടി ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ മീഡിയം സൈസിലുള്ള ലഡുവാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടാം. നല്ലതുപോലെ പ്രസ് ചെയ്ത് ഉരുട്ടിയെടുത്താൽ ലഡുവിൻ്റെ ഷേപ്പിൽ തന്നെ ആയി കിട്ടും. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. അടിപൊളി ടേസ്റ്റിൽ തന്നെ ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ മുഴുവനായും ചെയ്തെടുക്കാം. ഇഡ്ഡലി തട്ടിൽ സ്റ്റീം ചെയ്തെടുത്താൽ ഇതുപോലെ ലഡു ഉണ്ടാക്കാൻ പറ്റുന്ന ഒരിക്കലും കരുതിയതല്ല. ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ്. ഒരു രക്ഷയില്ല. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണിത്. ഈ ഒരു ലഡു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ് കിട്ടിയിട്ടുള്ളത്. വായിൽ അലിഞ്ഞു പോവും. അത്രയും സോഫ്റ്റാണ്. ഓയിലിൽ ചെയ്തെടുക്കുന്ന ലഡുവിനേക്കാളും കൂടുതൽ ടേസ്റ്റിൽ ഈ ഒരു ലഡു ചെയ്തെടുക്കുക. ഈ ഒരു മെത്തേഡിലാണ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈസി ആയി തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓയിൽ ഇഷ്ടമല്ലാത്തവർക്കും ഓയിൽ കഴിക്കാൻ പറ്റില്ലാത്തവർക്കും ഈ ലഡു ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ലഡു ഈ രീതിയിലാണ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാത്രമേ നിങ്ങൾ ചെയ്തെടുക്കൂ. അത്രയ്ക്ക് സോഫ്റ്റും ടേസ്റ്റും ആണ് ഇതിന്. കടയിൽ നിന്നും വാങ്ങിക്കുന്നതിന് പകരം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് പറയാൻ മറന്നു പോകരുത്. ഇനി നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.